وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നീ ശുദ്ധിയാക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ വാഖിഅ وكنتم أزواجا ثلاثة وأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു വകുന്തും അസ്വാജൻ സലാസ. ഇവിടെ ഖിയാമത്ത് നാളിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. ആ ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് മഹ്ശറയിലെ 3 വിഭാഗം ആളുമാരായിരിക്കും. അതിന് മധ്യത്തിൽ ഒന്ന് വിട്ടു. എന്താണ്? പുനർജീവിതം. മരിച്ചവരെല്ലാം ഹയാത്താകും, പിന്നീട് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അത് ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം ഈ ലോകം ഇവിടെ നിന്ന് അവസാനിച്ചാൽ പിന്നെ ഒരു പുതിയൊരു ജീവിതം വേണം. കാരണം ഈ ലോകത്ത് നീതിമാനായ ഒരു വിധി ഇവിടെ വിധിച്ചിട്ടില്ല. ഇവിടെ നല്ലത് ചെയ്തവരുണ്ട്, ബടക്ക് ചെയ്തവരുണ്ട്. എല്ലാവർക്കും നീതി പോലെയുള്ള ആ ഹിസാബ്, ആ കണക്ക് അത് എവിടെയാണ്? മഹ്ശറയിലാണ്. അത് കിട്ടണമെങ്കിൽ രണ്ടാമത്തെ ഒരു ജീവിതം വേണം. അത് ഇതും തന്നെ എന്താക്കുന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഖുർആൻ പറയാത്തത്. വകുന്തും അസ്വാജൻ സലാസ. ആ ഖിയാമത്ത് നാൾ മഹ്ശറയിലെ വകുന്തും നിങ്ങളായിരിക്കും അസ്വാജൻ സലാസ 3 വിഭാഗമായിരിക്കും. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു 3 വിഭാഗമായിരിക്കും ഖിയാമത്ത് നാളിൽ നിങ്ങള്. ആരാണ് ആ 3 വിഭാഗങ്ങള്? മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. വകുന്തും അസ്വാജൻ സലാസ. ഖിയാമത്ത് നാളിൽ നിങ്ങൾ 3 ഗ്രൂപ്പായിരിക്കും, 3 വിഭാഗമായിരിക്കും. ഇസ്നാനി ഫിൽ ജന്ന വവാഹിദത്തും ഫിന്നാർ. 2 വിഭാഗം സ്വർഗത്തിലും 1 വിഭാഗം നരകത്തിലാണ്. ഒന്ന് 3 ഗ്രൂപ്പായിരിക്കും. ആ 3 ഗ്രൂപ്പിൽ 2 വിഭാഗം സ്വർഗത്തിലാണ്, 1 വിഭാഗം നരകത്തിലാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. ആ 3 വിഭാഗത്തിൽ 1 വിഭാഗം ഫഅസ്ഹാബുൽ മൈമന, വലത് പക്ഷത്തുള്ളവരാണ്, ബലഭാഗത്തുള്ളവരാണ്. അഥവാ സൗഭാഗ്യമുള്ള ആൾമാരാണ് അവർ. സൗഭാഗ്യമുള്ളവർ, നല്ല ഭാഗ്യമുള്ളവരാണ് അവർ, വലത് പക്ഷത്തുള്ളവരാണ് അവർ. അത് ഫസ്റ്റ് ചെറിയ നിലയ്ക്ക് വിശദീകരിച്ചു തരും. പിന്നീട് ഖുർആൻ വിശദമായിട്ട് പിന്നീട് പറയുന്നുണ്ട്. ഫസ്റ്റ് ആ 3 വിഭാഗത്തിനെ കുറിച്ച് പറയുന്നത് ഫഅസ്ഹാബുൽ മൈമന, അവർ സൗഭാഗ്യമുള്ള ആൾമാരാണ്, വലത് പക്ഷത്തുള്ള ആൾമാരാണ്. പിന്നീട് ചോദിക്കുന്നു മാ അസ്ഹാബുൽ മൈമന, നബിയെ തങ്ങൾക്കറിയുമോ ആരാണ് വലതുപക്ഷത്തുള്ളവര്? അവരവസ്ഥ എന്താണ്? അവർക്ക് അല്ലാഹു തആല എന്താണ് കൊടുക്കുന്നത് തങ്ങൾക്കറിയുമോ? റസൂലുള്ളാഹിനോടാണ് ചോദ്യം. അത് നമുക്കും ചോദ്യമാണ്. മാ അസ്ഹാബുൽ മൈമന, നബിയെ തങ്ങൾ അറിയുമോ ആരാണ് വലതുപക്ഷത്തുള്ളവര്? അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അവരെ അവസ്ഥ എന്താണ്? വഅസ്ഹാബുൽ മശ്അമ, രണ്ടാമത്തെ കൂട്ടം ഇടതുപക്ഷത്തുള്ള ആളുമാരാണ്. അഥവാ ഹതഭാഗ്യക്കാര്, ഭാഗ്യമില്ലാത്തവര്. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നു മാ അസ്ഹാബുൽ മശ്അമ, നബിയെ തങ്ങൾക്കറിയുമോ ആ മശ്അമത്തിന്റെ, ആ ഇടഭാഗത്തുള്ള ആളുമാരവസ്ഥ എന്താണ്? അവർക്ക് നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു തആല എന്താണ് ചെയ്യുന്നത്? മൂന്നാമത്തെ വിഭാഗം
അല്ലാഹുവേ ഞങ്ങളെ നീ അസ്ഹാബുൽ യമീനിൽ നീ പെടുത്തണം അല്ലാ. മൂന്നാമത്തെ വിഭാഗം വസ്സാബിഖൂന സാബിഖൂൻ, അവർ സാബിഖീങ്ങളാണ്. എല്ലാ ഖൈറായ വിഷയത്തിൽ അവർ മുന്നിലുള്ളവരാണ്. അതാണ് ഖുർആൻ പറഞ്ഞത് വസ്സാബിഖൂന, അവർ എ ഗ്രേഡ് ഉള്ള ആളുമാരാണ്, വലിയ സ്ഥാനത്തുള്ളവരാണ്. അവർ എല്ലാ ഖൈറായ വിഷയത്തിൽ ഏത് ഖൈറിന്റെ വിഷയം എടുത്തു നോക്കിയാലും ആ വിഭാഗക്കാർ മുന്നിലുണ്ടാകും. അസ്സാബിഖൂൻ, സാബിഖീങ്ങൾ നാളെ സ്വർഗത്തിലും മുന്നിലാണ്. ദുനിയാവിൽ എന്തെല്ലാം ഖൈറിൽ മുന്നിലുള്ളവരുണ്ടോ അസ്സാബിഖൂന, അവർ സ്വർഗത്തിലും മുന്നിലാണ്, ആഖിറത്തിലും മുന്നിലാണ്. ഉലൈകൽ മുഖറബൂൻ, ആ സാബിഖീങ്ങളാണ് അല്ലാഹുവിന്റെ അടുത്ത് സാമീപ്യമുള്ളവർ. നേരത്തെ പറഞ്ഞ അസ്ഹാബുൽ യമീൻ അവർ ജസ്റ്റ് ഒന്ന് സ്വർഗത്തിലേക്ക് കടക്കുന്നവരാണ്. ഇങ്ങനെ പോയി 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 സ്വർഗത്തിലേക്ക് കടക്കുന്നവരാണ്. അതേ സമയത്ത് സാബിഖീങ്ങൾ അങ്ങനല്ല, അവർ ദുനിയാവിലും എ ഗ്രേഡ് ഉള്ളവരാണ്, ആഖിറത്തിലും എ ഗ്രേഡ് ഉള്ളവരാണ്. അവർ ഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ വളരെ വളരെ അടുത്തുള്ളവരാണ്, വളരെ സാമീപ്യത്തിലുള്ളവരാണ്. ഫീ ജന്നാത്തിൻ നഈം, അവർ ജന്നാത്തുൻ നഈമിലാണ്. പക്ഷേ സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ, അവർ മുൻഗാമികളിൽ, ആ സാബിഖീങ്ങൾ മുൻഗാമികൾ വലിയ ഒരു ഭാഗമുണ്ട്, വലിയ ഒരു കൂട്ടമേ ആൾക്കാരാണ് മുൻഗാമികളിൽ. വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികൾ വളരെ ചെറിയ കുറച്ചം ആളുകൾ മാത്രമേ. സാബിഖീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും, പക്ഷേ മുൻഗാമികളിൽ അവർ വലിയ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ അവസാനം വരുന്നവരിൽ വളരെ കുറച്ചം ആളുകൾ മാത്രമേ ഉള്ളൂ. അല്ലാഹു ആ സാബിഖീങ്ങളിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്നാണ് വിശദീകരണം. ഫഅസ്ഹാബുൽ മൈമന, ആരാണ് അസ്ഹാബുൽ മൈമന? സൗഭാഗ്യമുള്ളവർ ആരാണ്? ഒരുപാട് ഇമാമികൾ വിശദീകരിച്ചു തരുന്നു. ആ വലതുപക്ഷത്തുള്ള ആളുമാർ, വലഭാഗത്തുള്ള ആളുമാർ, വല്ലദീന യുഅ്തൂന സഹായിഫഹും ബിഐമാനിഹിം, നാളെ ആഖിറത്തിൽ അവരെ വലത്തെ കയ്യിൽ കിതാബ് കൊടുക്കപ്പെടും. നമ്മുടെ നന്മയും തിന്മയും എഴുതിയ എല്ലാ കിതാബും റഖീബ് അതീദ്, ആ മലക്ക് എഴുതി വെച്ച റെക്കോർഡുകൾ നാളെ ഉണ്ട്. അത് വലത്തെ കയ്യിൽ കിട്ടുന്നവരുമുണ്ട്, ഇടത്തെ കയ്യിൽ കിട്ടുന്നവരുമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അവർ ആരാണ്? അവർ അസ്ഹാബുൽ മൈമന, അവർ വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവരാണ് അസ്ഹാബുൽ മൈമന. അതേ സമയത്ത് വസ്ഹാബുൽ മസ്അമ, അവർ ആരാണ്? നാളെ ആഖിറത്തിൽ അവരെ ഇടത്തെ കയ്യിലാണ് കിതാബ് നൽകുന്നത്. അല്ലാഹുവേ ആ വിഭാഗത്തിൽ നീ പെടുത്താതിരിക്കണം റഹ്മാനേ. അതല്ല, ചില ഇമാമിങ്ങൾ പറഞ്ഞു വല്ലദീ യകൂനൂന യൗമൽ ഖിയാമത്തി അലാ യമീൽ അർസി ഫയഖുദൂന ത്വരീഖൽ ജന്ന, ആ വലതുപക്ഷത്തുള്ളവർ ആരാണെന്നറിയുമോ? നാളെ അർശി, ആ അർശിന്റെ വലഭാഗത്തുള്ളവരാണ് അവർ സ്വർഗത്തിലേക്ക് ആ വാതിലിൽ കൂടി, ആ വഴിയിൽ കൂടി അവർ സ്വർഗത്തിലേക്ക് കടക്കും. അതാണ് മൈമന, വലഭാഗത്തുള്ളവർ. അതേ സമയത്ത് മസ്അമത്തിന്റെ ആൾക്കാർ ആരാണ്? യകൂനൂന അലാ ശിമാൽ അർശി, അവർ അർശിന്റെ ഇടഭാഗത്തുണ്ടാകും, അവർ നരകത്തിലേക്ക് കടന്നു പോകും. അതാണ് മൈമന മസ്മന എന്ന് വിശദീകരണം. അതല്ല, ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാ അസ്ഹാബുൽ മൈമന ആരാണെന്നറിയുമോ? കാനു അലാ യമീനി ആദം അലൈഹിസ്സലാം, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രി 7 ആകാശത്തിലേക്ക് പോയില്ലേ? ആ 1-ാം ആകാശത്തിൽ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ആ ആദം നബി അലൈഹിസ്സലാമിന്റെ വലഭാഗത്ത്
നല്ല മിന്നുന്ന പ്രകാശിക്കുന്ന ഒരു കൂട്ടം ആളുമാറുണ്ട്. ആദം നബി അലൈഹിസ്സലാം അവരെ നോക്കിയപ്പോൾ ചിരിക്കുന്നു. ആ പുറഭാഗത്ത് നോക്കി അവരെ കാണുമ്പോൾ ആദം നബി അലൈഹിസ്സലാം ചിരിക്കുന്നു. അതേ സമയത്ത് ഇടഭാഗത്ത് കാണാൻ പറ്റാത്ത, വലിയ കാണുമ്പോൾ തന്നെ പേടിയാകുന്ന ഒരു കൂട്ടം ആളുമാരെ കാണുന്നു. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹിസ്സലാം ഇടഭാഗത്ത് നോക്കിയപ്പോൾ പൊട്ടിക്കരയുന്നു. ഹബീബായ മുത്തുനബി രംഗം കാണുകയാണ്. കൂട്ടുകാരനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഹബീബായ മുത്തുനബി ചോദിച്ചു, അല്ല ജിബ്രീൽ, ആദം നബി അലൈഹിസ്സലാം ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ചിരിക്കുന്നു, ഇടഭാഗത്ത് നോക്കി ആദം നബി അലൈഹിസ്സലാം പൊട്ടിക്കരയുന്നു, കാരണം എന്താണ്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഓ ഹബീബായ മുത്തുനബിയെ, ആദം നബി അലൈഹിസ്സലാം ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയിട്ട് ആ സത്യവിശ്വാസികളാണ് വലഭാഗത്തുള്ളത്. വലഭാഗത്തുള്ള ആൾമാർ അത് സത്യവിശ്വാസികളാണ്. അവരെ കാണുമ്പോൾ ആദം നബി അലൈഹിസ്സലാം ചിരിക്കുന്നു. അതേപോലെ ഇടഭാഗത്ത് അതാ കാഫിരീങ്ങളാണ്, മുശ്രിക്കീങ്ങളാണ്, ധിക്കാരികളാണ്, റൗഡികളാണ് അവരെ കാണുമ്പോൾ ആദം നബി അലൈഹിസ്സലാം കരയുന്നു. അവിടെയും ആദം നബി അലൈഹിസ്സലാം കൊടുത്ത ഒരു വാക്കുണ്ടാകും, ഓ ഹബീബായ മുത്തുനബിയെ, വലഭാഗത്തുള്ള ആളും ഇടഭാഗത്തുള്ള ആളും നിങ്ങൾക്കറിയുമോ? ഞാൻ ഒരുപാട് പ്രബോധനം ചെയ്ത് സത്യവിശ്വാസികളാണ് ഇവർ. അതേപോലെ ഇടഭാഗത്തുള്ളവർ എന്നെ കൊണ്ട് വിശ്വസിക്കാത്തവരാണ്. ഞാനിതാ ഈ ദഅവത്തിന്റെ ഫീൽഡിൽ, ഈ പ്രബോധനത്തിന്റെ ഫീൽഡിൽ ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ കൊണ്ട് വിശ്വസിച്ച എൻ്റെ മക്കള്, പിന്നീട് സീസ് നബി അലൈഹിസ്സലാം വന്നു, നൂഹ് നബി അലൈഹിസ്സലാം വന്നു, മൂസാ നബി അലൈഹിസ്സലാം വന്നു, ഈസാ നബി അലൈഹിസ്സലാം വന്നു, അവരെല്ലാം പ്രബോധനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബിയെ, നിങ്ങളോട് പറയാനുള്ള വസിയത്ത്, നിങ്ങളും ഇതേ ദഅവത്ത് ഇതേ ഫീൽഡ് ചെയ്തിട്ട് ഒരുപാട് ആളുകളെ സത്യമാർഗത്തിലേക്ക്, ഒരുപാട് ആളുകളെ വലത് ഭാഗത്തിലേക്ക് കൊണ്ടുവരണം. അതല്ലേ ഹബീബായ മുത്തുനബി കൊല്ലാൻ വേണ്ടി വന്ന ശത്രുക്കള്, കല്ലെറിഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ശത്രുക്കള്, ആ ശത്രുക്കളെ കാണുമ്പോൾ കാൽനിട്ട് രക്തം പൊട്ടി വലിച്ചിട്ടും ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ ത്വായിഫിന്റെ നാട്ടുകാർ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ തങ്ങൾക്ക് കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മലയെ, ഈ കാണുന്ന പർവ്വതത്തെ അവരെ മേലെ തകടം മുറിച്ചിട്ട് ഹലാക്കാക്കട്ടെയോ? ഹബീബായ മുത്തുനബി എന്താണ് പറഞ്ഞത്? വേണ്ട, ഈ സമൂഹത്തിൽ ഒരാളെങ്കിലും ഇസ്ലാമതം സ്വീകരിച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ വിശ്വാസം വിശ്വസിച്ചിട്ട് എന്റെ വലതുപക്ഷത്തിന്റെ ആള് ആകാനാണ് ഞാൻ ഇഷ്ടം വെക്കുന്നത്. ഇപ്പോ ഇവിടെ പറഞ്ഞത് ആ മൈമനന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ വലതു ഭാഗത്തുള്ളവരാണ്. അതേപോലെ മശ്അമന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടതു ഭാഗത്തുള്ള ആൾമാരാണ് അവർ. പിന്നെയും അഭിപ്രായങ്ങളുണ്ട്. യമീനിന്റെയും മശ്അമിന്റെ ആൾക്കാർ ആരാണ്? ചെറിയ കുട്ടിക്കാലത്ത് തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ആ നിലക്ക് വലുതായി വന്നവർ, ഇസ്ലാം മതം സ്വീകരിച്ചു, അള്ളാഹുവിനെ പേടിച്ചു, അള്ളാഹുവിനെ നിസ്കരിച്ചു, ആ നിലക്ക് വളർന്നു വന്നവരാണ് അസ്ഹാബുൽ യമീൻ. അതേ സമയത്ത് അള്ളാഹുവിനെ ധിക്കരിച്ച് ഒന്നും ചെയ്യാതെ തെമ്മാടിത്തരം നടന്നവരാണ് അസ്ഹാബുൽ മശ്അമ. അല്ലാഹുവേ, ഞങ്ങളെ നീ അസ്ഹാബുൽ യമീന്റെ കൂട്ടത്തിലെങ്കിലും നീ പെടുത്തണേ അല്ലാഹ്. ഇതാണ് രണ്ട് വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ആരാണ്? വസ്സാബിഖൂന സാബിഖൂൻ, അവർ സാബിഖീങ്ങളാണ്, എ ഗ്രേഡുകാരാണ്, വലിയ ഉന്നത സ്ഥാനത്തുള്ളവരാണ്. അസ്സാബിഖൂൻ, ഖൈറിലെ മുന്നിലുള്ളവർ, നാളെ ആഖിറത്തിലും സ്വർഗത്തിലും മുന്നിലാണ്. അവർ ആരാണ്? പണ്ഡിതന്മാർ പറയുന്നു, വത്വാഇഫത്തും,
മറ്റൊരു വിഭാഗം സാബിഖീങ്ങളായ വിഭാഗം ആരാണ്? അവർ എല്ലാ ഖൈറാത്തിലും മുന്നിലുള്ളവരാണ്. അവരാരാണെന്നറിയുമോ? അൽ അംബിയാ, അംബിയാക്കന്മാർ, വൽ ഔലിയാ, ഔലിയാക്കന്മാർ, വസ്സിദ്ദീഖു, സിദ്ദീഖീങ്ങള്, വശുഹദാഇ, യുദ്ധരണാങ്കണത്തിൽ പോയി അള്ളാഹുവിന്റെ വഴിയിൽ ത്യാഗം ചെയ്ത് ഷഹീദായവർ, വസ്വാലിഹീന, സ്വാലിഹീങ്ങള്. അവരാണ് സാബിഖീങ്ങള്. നമുക്ക് ഒരു സാബിഖീങ്ങളെ ഓർമ്മിക്കാം ഇൻഷാ അല്ലാഹ്. അതിന്റെ വിശദീകരണം നാളെ. ആ സാബിഖീങ്ങളെ കുറിച്ച് പറഞ്ഞത് ഉലൈകൽ മുഖറബൂൻ, അവർ അള്ളാഹുവിനടുത്ത് സാമീപ്യമുള്ളവരാണ്, അള്ളാഹുവിനടുത്ത് വളരെ അടുത്തുള്ളവരാണ്. ആരാണ് സാബിഖീങ്ങൾ? ചോദിച്ചാൽ ഹബീബായ മുത്തുനബിന്റെ ഉമ്മത്തികളെ കൂട്ടത്തിൽ ഒന്നാമത്തെ സാബിഖീങ്ങൾ ആരാണ്? പേര് പറയും. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ഇൻഷാ അല്ലാഹ് അതും മറ്റുള്ള ഒന്ന് രണ്ട് സാബിഖീങ്ങൾ ആരാണ്, അവരുടെ ചരിത്രം നമുക്ക് പഠിക്കണം ഇൻഷാ അല്ലാഹ്. നാളത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അർഹമുർ റഹീമായ അല്ലാഹു നമ്മളെ ഒക്കെ ഒന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർ റഹീമായ അല്ലാഹ്, നിന്നോട് രണ്ട് കൈ ഉയർത്തി യാചിക്കുന്നു അല്ലാഹ്, നിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിയ പഠിക്കാനും പഠിപ്പിക്കാൻ ഒരുമിച്ച് കൂടി മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഈ പാവപ്പെട്ട ഞങ്ങളിലേക്ക് നോക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സുബഹി നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ കേൾക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ മുഅ്മിനീങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങൾക്ക് നീ അഫു ചെയ്യണേ അല്ലാഹ്. ആ സാബിഖീങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലെങ്കിൽ അസ്ഹാബുൽ യമീനിലെങ്കിലും നീ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ തീർക്കണം അല്ലാഹ്. ഞങ്ങളെ ബിസിനസ്, ഞങ്ങളെ ഏർപ്പാട് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് ഞങ്ങൾക്ക് നീ തരണം അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണം അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് അല്ലാഹ് പരിശുദ്ധമായ മദീനയിലെത്താൻ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തെത്താൻ, ഖുബ്ബത്തുൽ ഖദ്റാ കണ്ണുനിറെ കാണാൻ, ആ റൗള ഷരീഫിന്റെ മുമ്പിൽ വെച്ച് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നുള്ള സലാത്തും സലാമും പറയാൻ, മക്കയിൽ പോയി മഖ്ബൂലും മബ്റൂറായ ഹജ്ജുകൾ ഉംറകൾ നിർവഹിക്കാൻ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല സല്ലമ അലാ